നിഫ്റ്റി 24,000 അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇതൊരു 24,000 ട്രാപ്പ് ആണോ അതോ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് ഒരു കുതിച്ചുപായൽ ഉണ്ടാവുമോ? നമസ്കാരം. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ നമ്മൾ കണ്ടത് ഒരു തീപാറുന്ന പോരാട്ടം തന്നെയായിരുന്നു. ഒരു വശത്ത് ടെക് സെക്ടറിലെ ഒരു തളർച്ചയും മറുവശത്ത് ഫോറിൻ നിക്ഷേപകരുടെ മാറി മറിയുന്ന നിലപാടുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പലരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, 24,000 മുകളിൽ നിൽക്കുന്ന നിഫ്റ്റിക്ക് ഇനി ശ്വാസം വിടാൻ സാധിക്കുമോ അതോ വീണ്ടും താഴേക്ക് തന്നെ കൂപ്പ് കുത്താനുള്ള സാധ്യതയുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. വെറും ഡേറ്റ മാത്രമല്ല, അടുത്ത ആഴ്ച നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വിപണിയുടെ ആ ഒരു പൾസ് അല്ലെങ്കിൽ നാടിമിടിപ്പ് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ബിഗ് പിക്ചറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിപണി ഒരു ചെറിയ റിക്കവറി മോഡിലാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി 24,056 എന്ന നിലയിലും സെൻസെക്സ് 77,100 എന്ന നിലയിലും ഒക്കെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാനമായിട്ടും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ കുറവും യുഎസിലെ ആ ഒരു ഇൻഫ്ലേഷൻ കണക്കുകൾ പ്രതീക്ഷിച്ചതിലും താഴെ വന്നതുമൊക്കെ വിപണിക്ക് നല്ലൊരു ആശ്വാസം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്റർനാഷണലി ടെക് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാന ഇൻഡെക്സുകളുടെ ആ ഒരു ടെക്നിക്കൽ ലെവലുകൾ നമുക്ക് നോക്കി പോകാം. ആദ്യമായിട്ട് നിഫ്റ്റി 50. നിഫ്റ്റിയുടെ കാര്യം നോക്കിയാൽ നിലവിൽ ന്യൂട്രൽ ട്രെൻഡിലാണ്. തൊട്ടടുത്ത പ്രധാന സപ്പോർട്ട് 23,800 അതിന് താഴെ 23,650 മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 24,250 24,400 നമുക്കൊരു റെസിസ്റ്റൻസ് കാണാൻ കഴിയും. 24,260 എന്നൊരു റേഞ്ചിന് മുകളിൽ ശക്തമായിട്ടുള്ള ക്ലോസ് ചെയ്താൽ മാത്രമേ കൂടുതൽ ഒരു ബുള്ളിഷ് ആകാൻ സാധ്യതയുള്ളൂ എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 23,800 താഴേക്ക് വീണാൽ ബെയറിഷ് ട്രെൻഡ് ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലെവലുകൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ ഏതൊക്കെ ട്രേഡുകൾ എടുത്താലും പ്ലാൻ ചെയ്താലും ഈ ഒരു ലെവലുകൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു താരം ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബുള്ളിഷ് ട്രെൻഡ് തുടരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലുകൾ 57,800 57,200 ഇവയൊക്കെ തന്നെയാണ്. പ്രധാന റെസിസ്റ്റൻസ് 58,700 ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം 59,200 പിന്നീട് 60,000 ആയിരിക്കും. അപ്പൊ സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഒരു ന്യൂട്രൽ സോണിലാണ്. 76,500 76,000 എന്നിവിടങ്ങളിൽ ആ ഒരു സപ്പോർട്ട് കാണാൻ കഴിയും. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 77,800 78,200 ഇവിടെ ഈ രണ്ട് ഏരിയകളിൽ നമുക്ക് റെസിസ്റ്റൻസും എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ അനാലിസിസിലൂടെ നമുക്ക് നോക്കാം. റിലയൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് ട്രെൻഡിലാണ്. ലോങ് പൊസിഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 1,303 എന്ന സ്റ്റോപ്പ് ലോസിൽ തുടരാവുന്നതാണ്. പ്രധാന സപ്പോർട്ട് ലെവലുകൾ 1,312 1,299 എന്നിവയാണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1,326 1,339 എന്നിവിടങ്ങളിൽ അടുത്തടുത്ത് റെസിസ്റ്റൻസ് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തായിട്ട് HDFC ബാങ്ക് നോക്കാം. HDFC ബാങ്ക് ഒരു ബെയറിഷ് ന്യൂട്രൽ ട്രെൻഡിലാണ് തുടരുന്നത്. 777 759 എന്നിവ പ്രധാന സപ്പോർട്ട് ലെവലുകളാണ്. മുകളിലേക്ക് 809 823 ഇവിടങ്ങളിൽ നല്ല റെസിസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ടൈമിലേക്ക് ഒരു റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു 50-ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന ഒരു വലിയ സമ്മർദ്ദം തന്നെ സ്റ്റോക്കിന് നൽകുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് SBI നോക്കാം. SBI ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ സ്ട്രോങ് ബൈ സിഗ്നൽ ആണ് നൽകുന്നത്. ഓഹരിക്ക് 940 സപ്പോർട്ടും 1,230 റെസിസ്റ്റൻസും ഉണ്ട്. അതുപോലെ തന്നെ TCS IT സെക്ടറിലെ പൊതുവായിട്ടുള്ള ഒരു തളർച്ച TCSനെയും ബാധിച്ചിട്ടുണ്ട്. ഓഹരിക്ക് സെൽ സിഗ്നൽ ആണ് നിലവിലുള്ളത്. പ്രധാന സപ്പോർട്ടുകൾ 2,073 2,037 എന്നിവിടങ്ങളിലാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2,132 2,156 എന്നിവ രണ്ട് റെസിസ്റ്റൻസുകളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. മിക്ക മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ബിയറിഷ് സൂചനയാണ്. നമുക്ക് മൊത്തം IT സെക്ടറിൽ കാണാൻ കഴിഞ്ഞ ഒരു ബിയറിഷ് സൂചന ഇവിടെയും ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇനി വരുന്ന ആഴ്ചയിലെ അപ്കമിംഗ് ഇവന്റുകൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിപണിയുടെ ആ ഒരു ഡയറക്ഷൻ നിർണ്ണയിക്കുന്ന പല കാര്യങ്ങളും അടുത്ത ആഴ്ച നടക്കാനുണ്ട്. അവ ഓരോന്നായിട്ട് പരിശോധിക്കാം. പ്രധാന കോർപ്പറേറ്റ് ആക്ഷനുകൾ, ഡിവിഡന്റ്, ബൈബാക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ആഴ്ച എക്സ് ഡേറ്റ് ആകുന്ന പ്രധാന ഓഹരികൾ അല്ലെങ്കിൽ ഡിവിഡന്റ് നേടാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഓഹരികളും അവയുടെ ഡേറ്റുകളും നമുക്കിവിടെ പറഞ്ഞു പോകാം. ജ്യോതി ലാബ്സ് ജൂൺ 29 ഫൈനൽ ഡിവിഡന്റ് 3.5 rupees ആണ്. കാജരിയ സിറാമിക്സ് ജൂൺ 29 ഷെയർ ബൈബാക്ക്. അതുപോലെ തന്നെ കൻസൈ നെറോലാക് പെയിന്റ്സ് ജൂൺ 29 ഫൈനൽ ഡിവിഡന്റ് ആണ്. 2.5 രൂപയാണ് പെർ ഷെയർ. അതുപോലെ തന്നെ കൽപ്പതരു പ്രോജക്ട്സ് ജൂൺ 29 ഫൈനൽ ഡിവിഡന്റ് 11 രൂപയാണ്. ബജാജ് ഫിൻസർവ് ബജാജ് ഫിനാൻസ് ജൂൺ 30 ആണ് എക്സ് ഡേറ്റ്. ഫൈനൽ ഡിവിഡന്റ് യഥാക്രമം 1 രൂപ 50 പൈസ 6 രൂപ ആ ഒരു ക്രമത്തിലാണ്. വെൽസ്പൺ ക്രോപ്പ് ജൂൺ 30 ഫൈനൽ ഡിവിഡന്റ് 5 രൂപയാണ് ഡിവിഡന്റ് കൊടുക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടെക് മഹീന്ദ്ര, എസ്കോട്സ് കുബോട്ട
ജൂലൈ 3 ഫൈനൽ ഡിവിഡന്റ് ഡേറ്റ് ആണ്. യഥാക്രമം 33 രൂപ, 36 രൂപ, 33 രൂപ ഈ ക്രമത്തിലാണ് ഡിവിഡന്റ് കൊടുക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പ്രധാന IPOകൾ കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ജൂൺ അവസാനവും ജൂലൈ ആദ്യവുമായിട്ട് നിരവധി കമ്പനികളാണ് വിപണിയിലേക്ക് എത്തുന്നത്. CSM ടെക്നോളജീസ് ലിമിറ്റഡ് ജൂൺ 24 മുതൽ 29 വരെയാണ് അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അസ്റ്റാസ് ഫിൻടെക്സ്, ടിഗുൽ പേപ്പേഴ്സ്, അഡോൺ അഗ്രോ ഇവയൊക്കെ SME ആണ്. ജൂൺ 29 മുതൽ ജൂലൈ 1 വരെ ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ ക്നാക് പാക്കേജിംഗ് ലിമിറ്റഡ് ജൂലൈ 1 മുതൽ ജൂലൈ 3 വരെ ഓപ്പൺ ചെയ്യും. അപ്പൊ ആ ഒരു നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കമ്പനികളുടെ റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസ് RHP പരിശോധിക്കാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഗ്രേ മാർക്കറ്റിലെ ആ ഒരു സ്റ്റോക്കുകളുടെ സാധ്യതകൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട റിസൾട്ടുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. വലിയ കമ്പനികളുടെ റിസൾട്ടുകൾ കുറവാണെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. A to Z ഇൻഫ്ര ജൂൺ 29 ആണ് റിസൾട്ട്. CMR ഗ്രീൻ, ഹെക്സഗൺ ന്യൂട്രീഷൻ, മൈസ്പേസ്, സൂപ്പർ ഹൗസ് ഇവയൊക്കെ ജൂൺ 30 റിസൾട്ട് വരുന്നുണ്ട്. ജൂൺ 29 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. തിങ്കളാഴ്ച ജൂൺ 29 സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ഡേറ്റ് ആണ്. ഇത് HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇവയൊക്കെ പോലെയുള്ള വലിയ ഓഹരികളിൽ വലിയ ഫ്ലക്ച്വേഷന് കാരണമായേക്കാം. മാസാവസാനമായതിനാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ FIIs പോർട്ട്ഫോളിയോ ക്രമീകരിക്കുന്നതും വിപണിയിൽ കാണാൻ കഴിയും. സെക്ടർ റൊട്ടേഷനും മാർക്കറ്റ് സെന്റിമെന്റ്സും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാങ്കിംഗ് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. സ്വകാര്യ ബാങ്കുകൾ ഒരു തിരിച്ചുവരവിന്റെ സൂചനകൾ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. മറുവശത്ത് IT സെക്ടറിൽ അല്പം ഒരു കാത്തിരിപ്പ് നയം സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിലെ ആ ഒരു വോളിയം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ട്രേഡിംഗ് പ്ലാനും റിസ്ക് മാനേജ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് പറയാൻ പോകുന്നത്. ട്രേഡിംഗ് പ്ലാൻ ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. മാർക്കറ്റിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം. വിപണിയിലെ ഇപ്പോഴത്തെ ഒരു അസ്ഥിരമായിട്ടുള്ളത് അല്ലെങ്കിൽ അൺസർട്ടൻ ആയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ പണവും ഒറ്റ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും വരാതെ നോക്കുക. അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ് വളരെ പ്രധാനമാണ്. അടുത്ത ആഴ്ചയിലെ നമ്മുടെ പ്ലാൻ എന്താണ് എന്ന് നമുക്ക് അവസാനമായിട്ട് പറഞ്ഞു വെക്കാം. നിഫ്റ്റി 24,100 മുകളിൽ സ്ഥിരതയോടെ നിന്നാൽ മാത്രം പുതിയ ലോങ് പൊസിഷനുകൾ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ വിപണി ഒരു നിർണായക ഘട്ടത്തിലാണ്. വലിയ കുതിച്ചുചാട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ ശ്രദ്ധാപൂർവമുള്ള നിക്ഷേപവും ട്രേഡിംഗുമാണ് ഈ ആഴ്ച ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഈ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്തേക്കാം. അതുപോലെ തന്നെ താഴെ ഒരു ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ ആ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അത് നമുക്ക് എപ്പോഴും വീഡിയോയ്ക്ക് വളരെ നല്ലൊരു റീച്ച് കിട്ടാനും എല്ലാവരിലേക്കും എത്താനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.